പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞങ്ങൾക്ക് ഡെയിലി ബ്രെഡ് കിട്ടുന്ന ഈശോയെ, ഇന്നത്തെ മക്കളുടെ ആവശ്യത്തിന് അങ്ങനെ പ്രത്യേക സാന്നിധ്യവും സംരക്ഷണവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെ കർത്താവ് നിന്നെ വിശുദ്ധമായ രക്തത്താൽ നിന്നെ സ്പർശിക്കട്ടെ. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് ദൈവികമായ ചൈതന്യം ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തി നഷ്ടപ്പെട്ടവരുണ്ടാകാം, പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുണ്ടാകാം, വിശ്വാസം തണുത്തുപോയവരുണ്ടാകും. അവരുടെ മേലെല്ലാം കർത്താവ് ശക്തി പ്രവർത്തിക്കട്ടെ. ചില വീടുകൾ ഭവനരഹിതരുണ്ടാകും, ഭവനത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ടാകും. ഇവിടുന്ന് വല്ലപാടും പോയി ഒളിച്ചാൽ മതി, ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ടാകും. ചില വ്യക്തികളെ കൊണ്ട് നീ വേദനിക്കുന്നുണ്ടാകും. അവരെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവെ, എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് ഒരു വഴിയും കാണാതിരിക്കുന്നവർക്ക് ഇന്നും നീ വഴി കാണിക്കണം. കർത്താവെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദന ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ന് നമുക്ക് വേറെയാണ്. സാത്താൻ്റെ വേറെ രണ്ടാമത്തെ പ്രലോഭനം എന്താ? സാത്താൻ്റെ അതൊരു സ്റ്റാറ്റസ് വഴിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 5-ാം വാക്യം.
പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. നേരത്തെ അവന്റെ സ്റ്റാറ്റസ് ക്വസ്റ്റ്യൻ ചെയ്ത പിശാച് ഇപ്പോൾ അവന് പുതിയ സ്റ്റാറ്റസ് കൊടുക്കുകയാണ്. അത് സ്റ്റാറ്റസാണ്, പുതിയ സ്റ്റാറ്റസ്. എന്താ പറയണത്? ഈ കണ്ടിരിക്കുന്ന ഉയർന്ന സ്ഥലം, ഉന്നത സ്ഥാനം, ഈ ഉന്നത സ്ഥാനം നിനക്ക് തരാം. നിന്റെ സ്റ്റാറ്റസ് ഞാൻ അപ്ലിഫ്റ്റ് ചെയ്യാം. എന്ത് ചെയ്യണം? നീ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? നിന്റെ സ്റ്റാറ്റസ്, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്യണം. എന്ത് ചെയ്യണം? നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കുന്നു. ഇത് അന്തർസംഘർഷമാണ് ഈശോയുടെ ഉള്ളിൽ പോണേ. കാര്യം ഈ സ്റ്റാറ്റസിനെ കുറിച്ച് തന്നെയാണ് 4:9. അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ. യേശുക്രിസ്തുവിന്റെ അപ്പ ദൈവപുത്രനായതുകൊണ്ട് പിശാചിന് മുമ്പിൽ കുമ്പിടത്തില്ലല്ലോ. അപ്പൊ ഈശോ അത് അക്സെപ്റ്റ് ചെയ്യും. താൻ ദൈവപുത്രനാണെന്നുള്ളത് ആ സ്റ്റാറ്റസ് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഉടനെ എന്താ ചെയ്യണത്? പിന്നെ ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുപോകും. എന്നിട്ട് പറയും, നീ ഇപ്പൊ ഹോൾഡ് ചെയ്യുന്നുണ്ടോ നിന്റെ സ്റ്റാറ്റസ്? എന്താ നിന്റെ സ്റ്റാറ്റസ്? ദൈവപുത്രൻ. അപ്പൊ എന്നിട്ട് എന്താ പറയണത്? നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അതായത് ഓരോരോ പ്രലോഭനത്തിൻ്റെ സമയങ്ങളിൽ വന്നിട്ട് എല്ലാം നിങ്ങൾ നോക്കണം. അതായത് എനിക്ക് ദൈവമായിട്ട് സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്താണെന്ന് അറിയാം. ദൈവമായിട്ട് നമ്മൾക്ക് എൻഗേജ്ഡ് ആകാൻ വേണ്ടി, കൃപയെ ധരിക്കാൻ വേണ്ടി നമ്മളൊരു പരമ്പരാഗതമായ ഒത്തിരി മെഷീനറി ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ ഉപവാസം, ഓക്കെ ഗുഡ്. പ്രാർത്ഥന, ഓക്കെ ഗുഡ്. അതുപോലെ തന്നെ ദാനധർമ്മം, ഓക്കെ ഗുഡ്. അപ്പം അതുപോലെ തന്നെയാണ് വിശ്വാസ കൈമാറ്റം, ഓക്കെ ഗുഡ്. പക്ഷേ വിശ്വാസ കൈമാറ്റത്തിനും ദാനധർമ്മത്തിനും മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദാനധർമ്മത്തിനുള്ളതും വിശ്വാസ കൈമാറ്റത്തിനുള്ളതുമായിട്ടുള്ള ആ കൃപ കണ്ടെയ്ൻ ചെയ്യാൻ നമ്മളെ തന്നെ കൃപയുടെ വാഹകരാക്കുന്നതാണ് ഈ സ്റ്റാറ്റസ് ലോയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് 3 കാര്യങ്ങളാണ് നമുക്ക് വിശ്വാസത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തി നിർത്തണത്. കാര്യം വിശ്വാസം എല്ലാവർക്കും വിശ്വാസം തളർന്നു പോകുന്നതിൻ്റെ കാരണം പ്രാർത്ഥന മാത്രം വിശ്വാസം ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടാണ്. ചില ആൾക്കാർ കാര്യം വിശ്വാസത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്. അത് ഈ ആഴ്ചയിൽ ഒരു 50 പോയിന്റ് നിൽക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച 40 പോയിൻ്റൊക്കെ താഴുവത്. മനസ്സിലായ? വിശ്വാസത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്. ഈ വിശ്വാസത്തിന് സ്റ്റാറ്റിക്കായിട്ട് നിർത്താനും കയറ്റി വീഴാനുള്ള ഒരു മാർഗ്ഗമെന്ന് പറയണത് ഇപ്പോൾ നമുക്കറിയാമില്ലേ, വിശ്വാസത്തിൻ്റെ പെട്ടെന്നാണ് നല്ല തികഞ്ഞ വിശ്വാസമാണെങ്കിൽ പെട്രോൾ പോലെ കത്തണം. എന്താ കാര്യം? അത് പക്ഷേ അത് കുഴപ്പമെന്ന് വെച്ചാൽ വിശ്വാസം താഴാതിരിക്കാനുള്ള 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അതായത് 3 കാര്യം. ഒന്ന് നമ്മൾ പറയണ ഉടമ്പടി പറയുന്ന ഇതാണ്, ഇത് സൽപ്രവൃത്തികളാണ്. കാര്യം സൽപ്രവൃത്തിയുടെ പ്രശ്നം അറിയാമോ? സൽപ്രവൃത്തി ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അതാണ് വിശ്വാസം താഴാതിരിക്കാനുള്ള മെയിൻ സംഭവം. ഒന്ന് സൽപ്രവൃത്തിയാണ്. എന്താ കാര്യം അറിയാമോ? സൽപ്രവൃത്തി നമ്മൾ ചെയ്യണം. ഇപ്പോൾ എന്തുമാത്രം സൽപ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവം നമ്മുടെ കൂടെ നിന്ന് ആ വിശ്വാസം താഴുക ഇല്ല. ഇപ്പം നമ്മൾ തോബിത്ത് 12:12 എടുത്ത് തോബിത്ത് 12:12 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. തോബിത്ത് 12:12 നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. അതാണ് സംഭവം. 12:13 തോബിത്ത് 12:13 എന്താ സംഭവം? അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താണ്? വിശ്വാസം പ്രാർത്ഥനയിൽ മാത്രം അവലംബിച്ചു കഴിഞ്ഞാൽ വിശ്വാസം താഴാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസം ഗ്രാഫ് പൊങ്ങി താന്നും കിടക്കും. പക്ഷേ നമ്മൾ വിശ്വാസത്തെ പ്രാർത്ഥനയുടെ ഫോർമാറ്റിൽ നിന്ന് മാറ്റിയിട്ട് പ്രവൃത്തിയുടെ ഫോർമാറ്റിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താ? തോബിത്ത് 12:13 ഒന്നിന് വായിച്ച് നീ മരിച്ചവരെ സംസ്കരിച്ചപ്പോൾ പറഞ്ഞേ, നീ മരിച്ചവരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നെന്ന്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് ഈ മനുഷ്യരെ മരിച്ചവരെ സംസ്കരിക്കാൻ പോയത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാണ്. പെന്തക്കോസ്താ ദിവസം നല്ല വിഭവസമൃദ്ധമായ ഊണിൻ്റെ സമയത്താണ്. ഊണ് കഴിക്കാൻ പോകുമ്പോൾ മകനോട് പറഞ്ഞ് നമ്മുടെ ആരുടെയെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അവൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മരിച്ച ആൾക്കാരെ കുറിച്ചാണ് അവൻ പറയണത്. മരിച്ചുപോയ ആൾക്കാരുടെ ജഡം കിടക്കണമെന്നാണ് പറഞ്ഞു, പട്ടണത്തിൽ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞു. ഉടനെ ഈ മനുഷ്യൻ ആ ഭക്ഷണം കഴിച്ചില്ല. ആ ഭക്ഷണം കഴിക്കാതെ തൻ്റെ ഉച്ചഭക്ഷണം കഴിക്കാതെ നേരെ ഓടിപ്പോയി ആ ശവത്തെ സംസ്കരിച്ചതിനെക്കുറിച്ചാണ് ദൈവം പറയണത്. നീ ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ നീ ത്യാഗം അനുഭവിച്ചുകൊണ്ട് നീ ആ ശവം മറവ് ചെയ്യാനുള്ള കാരുണ്യപ്രവൃത്തി ചെയ്തപ്പോൾ ഐ വാസ് വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് എൻ്റെ ദൈവവേദനെ എപ്പോഴെങ്കിലും പ്രാർത്ഥന കൊണ്ട് വിശ്വാസത്തെ നിലനിർത്താൻ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ ഉള്ളത് നമ്മുടെ മുമ്പിലുള്ളത് സാക്ഷ്യം എന്ത്? സൽപ്രവൃത്തികളാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ ഉടമ്പടി പ്രകാരമുള്ള സൽപ്രവൃത്തികള് ദൈവസ്നേഹത്തോടെ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തില് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതിക്കട്ടെ. ഈ ഓമന ധർമ്മരാജൻ അങ്ങനെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ഓമന ധർമ്മരാജൻ, അതും തൃശ്ശൂരാണെന്ന് തോന്നുന്നു. അവരുടെ സാക്ഷി നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഭയങ്കര ഹൃദ്യമാണ്. ഇവർ രണ്ടുപേരും പ്രാർത്ഥനയുള്ളവരാണ്. ഓമനയും ധർമ്മജനും പ്രാർത്ഥനയുള്ളവരാണ്. ഈശ്വരനും അമ്മയോടും അടുപ്പമുള്ളവരാണ്. ഒരു ദിവസം ഒരു അബദ്ധം പറ്റി. ഒരു കൂട്ടുകമ്പനിക്ക് പോയി. ധർമ്മജൻ ഒരു കൂട്ടുകമ്പനിക്ക് പോയി വെച്ചാൽ ഈ ആൾക്കാർ കുപ്പിയൊക്കെ വെച്ചുകൊണ്ട് കൂടത്തില്ലേ? വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ കുപ്പിക്കുട്ട കാണിക്കില്ല. കുപ്പിക്കുട്ടത്തിന് പോയി. അവൻ കുടിച്ചില്ല, പക്ഷേ കൂട്ടുകാരനൊരു കുപ്പി കൊടുത്തു വിട്ടു. ആ കൊടുത്തു വിട്ടത് ഈ ഓമനെ പറ്റിച്ച് ഈ മനുഷ്യൻ ഈ ഉടുപ്പിൻ്റെ അകത്ത് വെച്ച്, മുണ്ടിൻ്റെ അകത്ത് വെച്ച് നേരെ തൊഴുത്തിലങ്ങോട്ട് കൊണ്ട് ഒളിപ്പിച്ച് വെച്ചു. ആ ബ്രാൻഡി ഒളിപ്പിച്ച് വെച്ച്. പക്ഷേ ഇതോടുകൂടി ആ വീട്ടിൽ അലയും അങ്ങോട്ട് പോവുകയാണ്. ഓമനത് കണ്ടില്ല. പക്ഷെ ഇവൾക്ക് പെട്ടെന്ന് ഒരു ബോധക്കേടുണ്ടായി, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായി. ഇവൾ നിലവിളിച്ച് നിലത്ത് വീണിട്ട് ഉടനെ ഇവൾ പറയും, മകളോട് പറയും, ഒരു പേന എടുക്ക്, ഒരു പേപ്പർ എടുക്കുക, വെളിവില്ലാതൊക്കെ പറയും. ഒരു പേന എടുക്ക്, ഒരു പേപ്പർ എടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ നിലത്ത് കിടക്കുകയാണ്. ഉടനെ മകള് ആ അമ്മ ചോദിച്ചതിന് വേണ്ടി മരുന്നെടുക്കാൻ ചോദിക്കണ പോലുള്ള ഒരു അവസ്ഥയാണ്. അത് കാരണം മകൾ കൊണ്ട് പേനയും പേപ്പറും കൊടുക്കും. എന്നിട്ട് നെഞ്ചത്ത് വെച്ച് ഇവളെ എന്തൊക്കെ കുത്തി കുറിക്കും. അവളുടെ ബോധം പോയി, റിലേ പോയിരിക്കുന്ന ആൾ കരഞ്ഞ് അവിടെ നിലത്ത് വീണ് ഉരുണ്ട് വല്ലാത്ത അവസ്ഥയായി. എന്നിട്ടിങ്ങനെ കുത്തിക്കുറിക്കും. ഉടനെ ഇവളുടെ ഭർത്താവ് ഇത് മേടിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. അപ്പോൾ ഇത് വായിച്ചോട് ഈ മനുഷ്യൻ കിടന്ന് കാറ് നിലവിളിക്കും, എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. അതോടുകൂടി ആ മനുഷ്യൻ ഇപ്പം മാപ്പ് പറയും. എടി, ഇതാണ് വിഷയം. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ്, ഡിവൈൻ സോണിലാണെങ്കിലേ ദൈവം നമ്മൾ ആ കുടുംബത്തെ ദൈവം സംരക്ഷിക്കും. അയാൾ എല്ലാ കുടുംബം നശിക്കാൻ പോകരുന്ന്. പാത്ത് കൊണ്ടുവന്ന് മദ്യം വെച്ച് കുടിച്ച്, രഹസ്യത്തിൽ കുടിച്ച് പിന്നെ ആ സ്വഭാവം മാറി, പ്രാർത്ഥനാ ജീവിതം മാറി, ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് തകരാൻ പോകരുന്ന്. അപ്പോൾ ഉടനെ ആത്മാവിൽ പ്രവേശിച്ചിട്ട് ഇവൾക്കറിയത്തില്ല ഇവൾ എന്താണ് ഈ നെഞ്ചത്ത് വെച്ച് എഴുതിക്കൊണ്ടിരിക്കണമെന്ന്. പക്ഷെ വായിക്കുന്നവർക്കറിയാം എൻ്റെ പിഴ എൻ്റെ വലിയ പിഴയാണ്. അതായത് പ്രാർത്ഥന എന്തുമാത്രം സംരക്ഷണമാണെന്ന് നമ്മൾ അറിയണം. പിന്നീട് ഓമനയുടെ ബാക്കി സാക്ഷ്യം, അതോടെ കുടുംബം രക്ഷപ്പെടുകയാണ്. അതല്ല, ഓമനയുടെ ബാക്കി സാക്ഷ്യം കേൾക്കണം. ഓമന അവസാനം പറയുന്ന ഒരു കാര്യമാണ് എന്നെ സ്പർശിച്ചത്. കാര്യം, ഞാൻ എവിടെ പോയാലും ഒരു പൊതി ചോരെടുത്ത് എൻ്റെ ബാഗിൽ വെച്ചുകൊണ്ടാ പോകണമെന്ന്. ഞാൻ എവിടെ പോയാലും എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും രോഗികളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ, ഇല്ലാത്തവരെ കണ്ടാൽ കൊടുക്കാൻ വേണ്ടിയാണ്. അതാണ് സൽപ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവം നമ്മളെ വിട്ടു മാറത്തില്ല. നിന്റെ ഭർത്താവോ നീയോ നിന്റെ കുടുംബമോ നിന്റെ മക്കളോ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കൈയിട്ടിച്ച് കിടന്നാൽ പരമ ദിവ്യകാരുണ്യത്തിന്
അതായത് ഈ 2 കൊരിന്ത്യർ 8:16 എടുത്തേ. 2 കൊരിന്ത്യർ 8:16. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 8:16 നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒന്നിനു വായിച്ചാൽ നിങ്ങൾ മനസ്സിലായില്ലേ? അതായത് തീത്തോസ് എന്താ ചെയ്തിരിക്കണത്? തീത്തോസ് ആദ്യം മക്കെദോനിയ സഭയെ സഹായിച്ച ആളാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്, തീത്തോസിലൂടെ തുടങ്ങി വെച്ച കാരുണ്യ പ്രവർത്തികൾ ദൈവം നിങ്ങൾ വിശ്വാസം പോലെ കാരുണ്യ പ്രവൃത്തിയിലും വെച്ച് നിൽക്കട്ടെ. നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന്. അതായത് 2 കൊരിന്ത്യർ 8:7 എടുത്ത് 2 കൊരിന്തോസ് 8:7 നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. അതായത് നമുക്ക് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല, അത് യഥാർത്ഥമായിരിക്കണം. ഇപ്പം ഇവളെ സംബന്ധിച്ചത് എന്താണ്? അവൾക്ക് കാരുണ്യ പ്രവൃത്തി. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, അതുകൊണ്ട് ഉടമ്പടിയല്ലേ. ഇനിയിപ്പോൾ രോഗികളെ പോയി കണ്ടില്ലെങ്കിൽ അയ്യൽട്ടിൽ തോറ്റാൽ ഞാൻ എന്ത് ചെയ്യും? അതാണ് ആൾക്കാരുടെ ഇക്കണോമിക്. അതാണ് ആൾക്കാർ സൽപ്രവൃത്തി ചെയ്യാതൊന്നും ഇരിക്കണില്ല. സൽപ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട്, രോഗികളൊക്കെ പോയി കാണുന്നുണ്ട്. ദൈവം ഇനി രോഗികളെ പോയി കണ്ടില്ലെങ്കിൽ വിസ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതാ അതാണ് പ്രശ്നം. അതായത് നിങ്ങളുടെ വിഷയമാണ്, അല്ല ദൈവത്തിൻ്റെ വിഷയമല്ല. സൽപ്രവർത്തികൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്നവരെല്ലാവരും സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനാണ്? അവിടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യണതാണ്. ഇതെങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമുക്ക് വിസ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്ഥലം വിറ്റ് മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നിങ്ങളുടെ സ്ഥാവരജംഗ വസ്തുക്കളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൽപ്രവൃത്തി ചെയ്യണത്. നോ, നിങ്ങളുടെ യഥാർത്ഥ ദൈവത്തിനോടുള്ള സ്നേഹമായിരിക്കണം. നിങ്ങൾ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ഈ സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വാഭാവിക സൽപ്രവൃത്തികൾ ചെയ്യുന്നത് പോലും നമ്മളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന്, അതായത് അത് പുറംപൂച്ചല്ല, മറിച്ച് എന്താണ്, തനി സ്വർണ്ണമാണ്, 916 ആണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ജോലി ചെയ്യണത്. സൽപ്രവൃത്തിയായാലും ശരി, കാരുണ്യ പ്രവൃത്തിയായാലും ശരി, സുവിശേഷ വേലയായാലും ശരി, പത്രം കൊടുപ്പിനായാലും ശരി, വേദപ്രചാരമായാലും ശരി, അതിൻ്റെ പിന്നിലെല്ലാം ഒരു യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശക്തിയുണ്ട്. അപ്പം യഥാർത്ഥ സ്നേഹത്തിന് ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് സൽപ്രവർത്തികളിലും കാരുണ്യ പ്രവർത്തികളിലും വെളിവാക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള യഥാർത്ഥ സ്നേഹത്തിന്റെ ശക്തി എന്റെ കാരുണ്യ പ്രവർത്തികളിലും പ്രഭാവന പ്രവർത്തനങ്ങളിലും അതുപോലെ വേദപ്രചാര പ്രവർത്തനങ്ങളിലും പ്രകടിപ്പിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരമ ദിവ്യകാരുണ്യത്തിന്. അതുകൊണ്ട് വിശ്വാസത്തിൽ വീണു പോകാതിരിക്കാൻ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? വിശ്വാസത്തിനൊരു കുഴപ്പമുണ്ട്. എന്താണ് അത്? ഒരാഴ്ചയിൽ വളർന്നാൽ അടുത്ത ആഴ്ച തളരും. ഇതിന് കേവലസ്ഥിതി ഉണ്ടാക്കാനും വളരുക മാത്രം ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒറ്റമൂലിയാണ് ദൈവനാമത്തിലും ദൈവസ്നേഹത്തിലും യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശക്തിയിലുമുള്ള സൽപ്രവൃത്തികൾ. അപ്പോഴെന്താ സംഭവിക്കുന്നത്? തോബിയത്തിൻ്റെ 12:13 പോലെ നീ സൽപ്രവൃത്തി ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ ദൈവം തന്നെ നിൻ്റെ കൂടെ വരും. ദൈവം തന്നെ നിൻ്റെ കൂടെ വരണ കാരണം നിൻ്റെ വിശ്വാസം ഒരിക്കലും താഴ്ന്നു പോകത്തില്ല. പക്ഷേ ദൈവവേദന അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, വീണു പോകാതിരിക്കാൻ. ആദിമസഭയുടെ പാഠങ്ങളാണ് ഞാൻ പറയണത്. അതായത് ഇപ്പോൾ 2 പത്രോസ്, ദാറ്റ് മീൻസ് 2 പത്രോസ് 1:10 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരങ്ങളെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പൊ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ വേണ്ടി ഇതുപോലെ സൽപ്രവർത്തികളിലൂടെയും അതുപോലെ തന്നെ കൃപാവര പ്രവർത്തനങ്ങളിലൂടെയും വേദപ്രചാര പ്രവർത്തനങ്ങളിലൂടെയും ദൈവസ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തികളിലൂടെ പോയാൽ ഒരിക്കലും നിങ്ങൾ വീണു പോകത്തില്ല. വിശ്വാസം വീണു പോകാൻ സാധ്യതയുള്ള സംഭവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ വീണുപോയൊരു കക്ഷിയുണ്ട്. ആരാണത്? സ്നാപയോഹന്നാൻ. സ്നാപയോഹന്നാൻ വീണെങ്കിൽ പിന്നെ നമ്മൾ വീഴത്തില്ലേ? സ്നാപയോഹന്നാൻ വീണു പോയില്ലേ? എന്താണ് വീണു പോകാൻ കാര്യം? എന്താ പറയണത്? വരാതിരിക്കുന്ന നീ തന്നെയോ. അതായത് 7:19 ലുക്ക 7:19.
ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ 7:19 വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. സ്നാപയോഹന്നാന്റെ വിശ്വാസത്തിൽ വീഴ്ച വന്ന കണ്ടില്ലേ? ഞാനിത് ഇടക്കിടക്ക് നിങ്ങളോട് പറയാറുണ്ട് ഈ ഭാഗം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കണം അതല്ല. സ്നാപയോഹന്നാൻ ഒരു കാലത്ത് കർത്താവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ട് ആ പഠനം കേട്ട് ബോധ്യപ്പെട്ട് സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. യാക്കോബ് യോഹന്നാനും. അത്രയും ഒരു കാലത്ത് വിശ്വാസത്തിൽ വളർന്നിരുന്നൊരു മനുഷ്യൻ ജയിലിൽ കിടന്നപ്പോൾ പിന്നെ വിശ്വാസം പോയി. അതാ വരാനിരിക്കുന്നവൻ നീ തന്നെയോ ഞങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കണമോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശുവിന് വേണമെങ്കിൽ സ്നാപയോഹന്നാനോട് പറയാമായിരുന്നു, നീ എന്തിനാ, നിനക്ക് ബൈബിൾ അറിയാമല്ലോ, ബൈബിൾ എടുത്ത് വായിച്ചാൽ പോരെ, ഞാൻ തന്നെയാണ് വരാതിരിക്കണമെന്ന് എന്ന് ചിന്തിക്കാം. അല്ലേ അല്ലേ അച്ഛൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? സ്നാപയോഹന്നാൻ വന്ന് യേശുവിനോട് യേശുവിൻ്റെ അടുത്ത് വിട്ടിരിക്കുകയാണ്. എന്താണ്? വരാതിരിക്കണവൻ നീ തന്നെയാണോ അതോ വേറെ ആൾക്കാരെ ഞങ്ങളെ പ്രതീക്ഷിക്കണോ? അപ്പോൾ യേശുവിന് പറയാമല്ലോ, നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കണത്, നീ എടുത്ത് വായിച്ചു നോക്കിയേ, നിനക്ക് വചനം അറിയാൻ പാടില്ലേ എന്ന് പറയാം. പക്ഷേ വചനം ചില സമയത്ത് അവിശ്വാസികളുടെ മുമ്പിൽ വിലപ്പോകത്തില്ല. വചനത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്. വചനം അവിശ്വാസികളുടെ മുമ്പിൽ വചനം വിലപ്പോകുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യേശു പറഞ്ഞേനം വചനം എടുത്ത് വായിക്കണമെന്ന് പറഞ്ഞേനം. പറഞ്ഞില്ല. പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? അവിശ്വാസിയുടെ മുമ്പിൽ വചനം വിലപ്പോകത്തില്ലെങ്കിൽ പിന്നെ അടയാളം മാത്രമേ വിലപ്പോകത്തുള്ളൂ എന്ന് ഈശ്വരൻ അറിയാം. അതുകൊണ്ട് സ്നാപയോഹന്നാൻ എന്ന സംശയരോഗിയോട് പറഞ്ഞു, സംശയമുള്ളവനോട് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നീ വചനമൊന്നും വായിക്കണ്ട, വായിച്ചിട്ട് കാര്യമില്ല നിനക്കറിയാം. പക്ഷെ നിനക്ക് കാര്യം ഉണ്ടാകണം. നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹന്നാനെ അറിയിക്കുക. അന്തർ കാണുന്നു, ചികിടർ കേൾക്കുന്നു, ഊമ സംസാരിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നു. എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവവേദലെ സംശയമുള്ളവർക്ക്, വചനം അറിയാത്തവർക്ക്, ദൈവമായിട്ട് ഇടപാടില്ലാത്തവർക്ക് ഏറ്റവും വലിയ ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ ദൈവം കാണിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ പരമദിവ്യകാരുണ്യത്തിന് ദൈവവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവസാനം ആത്മാവ് എന്താ വെളിപ്പെടുത്തിയത്? അടയാളങ്ങൾ അന്തൻ്റെ സുവിശേഷമെന്ന്. അല്ലേ? ഞാൻ പോലും അറിയാതെ പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ മുമ്പിൽ പിന്നെ ബൈബിള് അല്ല വെളിച്ചം നൽകണത്. സംശയം വന്നുപോയവരുടെ മുമ്പിൽ പിന്നെ ബൈബിളല്ല വെളിച്ചം നൽകണത്. പിന്നെ ആരാണ്? അടയാളങ്ങളാണ്. അതാണ് ഈശോ പറഞ്ഞത്. സ്നാപയോഹന്നാൻ ഒരു കാലത്ത് വിശ്വാസം ഉണ്ടായിരുന്നവനാണ്, ഇന്ന് അവന് വിശ്വാസമില്ല. ഇനി അവന് വിശ്വാസം ഉണ്ടാക്കാൻ അടയാളങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി ശ്രദ്ധിക്കട്ടെ. ലൂക്കാ 7:22 അവൻ പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇപ്പൊ സാക്ഷ്യത്തിന്റെ പ്രധാനം മനസ്സിലായില്ലേ? സാക്ഷ്യമാണ് സുവിശേഷത്തിന്റെ അപ്പുറത്തെ സുവിശേഷം. സാക്ഷ്യമാണ് അന്തന്റെ സുവിശേഷം എന്ന് പറഞ്ഞ എന്താ കാര്യം? ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ അറിയാത്തവർക്ക്, ബൈബിൾ ഇല്ലാത്തവർക്ക്, ബൈബിളിൽ വിശ്വസിക്കാത്തവർക്ക്, യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് പിന്നെ ഉള്ള പിടിവള്ളി എന്താണ്? സാക്ഷ്യമാണ്, അടയാളങ്ങളാണ്, കാണുന്നതും കേൾക്കുന്നതുമാണ്. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും യോഹന്നാനെ അറിയിക്കാൻ എന്നെ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാനെന്ന്. ആ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് യോഹന്നാന് ഇടർച്ച വന്നിട്ടില്ലെങ്കിൽ ഹീസ് ബ്ലെസ്ഡ്. ഇടർച്ച വന്നാൽ അവൻ്റെ കാര്യം പോക്കാണ്. അടയാളം കണ്ടിട്ടും അടയാളങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും, അതുപോലെ കാണാനുള്ള കണ്ടിട്ടും കേൾക്കാനുള്ള കേട്ടിട്ടും ദൈവത്തിൻ്റെ കലസ്പർശം കണ്ടിട്ടും വിശ്വാസത്തിലേക്ക് വന്നില്ലെങ്കിൽ യു ആർ നോട്ട് ബ്ലെസ്ഡ്. നോട്ട് ബ്ലെസ്ഡ് എന്നല്ല, കേഴ്സ് ടു ക്രോസിൻ. കഫർനാമേ, നിനക്ക് ദുരിതം. നിന്നിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ സീദോനിലാണ് പ്രവർത്തിച്ചെങ്കിൽ എത്രയോ നേരത്തെ ചാക്കൊടുത്ത് തപസ്സുമായിരുന്നു. എന്നാൽ നിൻ്റെ ലോകാവസാനത്തിൽ നിൻ്റെ സ്ഥിതി സോദോമിനേക്കാളും മോശമായിരിക്കും. തീയും ഗന്ധവും ഇറക്കി നശിപ്പിച്ച് കളഞ്ഞ സോദോമിനേക്കാളും മോശമായിരിക്കും അടയാളം കണ്ടിട്ട് വിശ്വസിക്കാത്ത അവിശ്വാസിയുടെ സ്ഥിതി എന്ന് ബൈബിൾ താക്കീത് കൊടുക്കുന്നത് യേശുവിൻ്റെ വാക്കുകളിലാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
ലൂക്ക 10:13-14. ലൂക്ക 10:13-14. കൊറാസിൻ നിനക്ക് ദുരിതം, കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ആകയാൽ വിധി ദിനത്തിൽ ടയറിന്റെയും സീദോന്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. ഇത് വചനം നൽകണത് അനുദപിക്കാൻ വേണ്ടിയാണ്. നമുക്ക് മനസ്സിലായി. അവസാനം ഈശോ എന്നാ പറയണത്? അതായത് അടയാളങ്ങൾ നൽകുന്നത് അനുദപിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് കർത്താവിനെ അറിയാത്തവർ അറിയാനും അറിഞ്ഞവർ ആഴപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്നെ അങ്ങയുടെ അടയാളമാക്കണമേ. എനിക്ക് ലഭിക്കുന്ന അടയാളങ്ങളിലൂടെ അനേകരെ അങ്ങയിലേക്ക് ആകർഷിക്കുവാൻ, അനുതാപത്തിലും ആത്മാഭിഷേകത്തിലും സത്യത്തിന്റെ സുവിശേഷത്തിന് സാക്ഷിയായി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ പേരും ദൈവം സന്ദർശിക്കുന്ന സമയമാണ്. സന്തോഷത്തോടെ എഴുന്നേൽക്കുക. ഓൺലൈനിലുള്ള ഒരു ജാഗ്രത പുലർത്തുക. ടി വിയിലൊക്കെ വെച്ചിരിക്കുന്നവരെ മൊബൈൽ ടി വിയോട് ഘടിപ്പിച്ചുകൊണ്ട് ഈ ധ്യാനം കൂടുന്നവരെ ഇപ്പോഴും മുട്ടേ നിൽക്കേണ്ടതാണ്. ഓൺലൈനിൽ മുട്ടേ നിൽക്കുക. ഓൺലൈനിലുള്ളവരെ ഇപ്പോൾ മുട്ടേ നിൽക്കേണ്ടതാണ്. ടി വിയിലുള്ളത് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ചൈതന്യമാണ് നിന്നിലേക്ക് കടന്നു വരാനും നിങ്ങളുടെ കിടപ്പ് രോഗികളെ, നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്ന സമയമാണ് കർത്താവ്. ദൈവത്തെ നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്നു. നിൻ്റെ കിടപ്പ് രോഗികളെയും നിൻ്റെ കയ്യിലുള്ള പ്രമാണങ്ങളൊക്കെ എടുക്കുക. വിൽക്കാത്ത പുരയിടത്തിൻ്റെ പ്രമാണങ്ങൾ, ടി വിയിൽ സംഭവം കാണുന്നവരെ, ശുശ്രൂഷ കൂടുന്നവരെ, അവർക്ക് എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്, ആ ഉടമ്പടി വെച്ചതിൻ്റെ വസ്തുക്കൾ കൊണ്ടുവന്ന് നിങ്ങൾ ഈ സമയത്ത് മുട്ടേ നിന്നുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾ സന്ദർശിക്കാൻ പോകുന്നു. കർത്താവ് തൻ്റെ വിശ്വാസി സന്ദർശിക്കാൻ പോകുന്നു. കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ മകനെ, തൻ്റെ മകളെ വിശ്വസിക്കാൻ പോകുന്നു. കർത്താവെ, ഇവിടെ കല്യാണം മുടങ്ങിപ്പോയ മക്കളെ, അതുപോലെ തന്നെ രോഗാതുരമായ മക്കളെ, അതെല്ലാം ഈ സമയത്ത് ആരാധന എതിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അവിടെ തൊട്ടുകൊണ്ട് നീ അതിശക്തമായി വിശ്വാസ പ്രമാണത്തോടെ ശക്തമായി ശ്രദ്ധിക്കട്ടെ. അടിപ്പുറ പോലെ, വൈദാഘാതം പോലെ ദൈവിക സത്യം നിന്നേക്ക് ആവശ്യിക്കുന്ന ദൈവികമായ നിമിഷങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഭാഷാപരത്തെ ശ്രദ്ധിക്കട്ടെ, ശക്തമായി ശ്രദ്ധിക്കട്ടെ. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് ശ്രദ്ധിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവേ. 36 വർഷം അടുപ്പിച്ച കൃപാരുടെ യോഗ്യതയാൽ കൃപാസാൽത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിലെ ഇവിടെ നടന്ന 10,000 ആരാധ്യ ശക്തികൾ, മാരക രോഗങ്ങള്, തിരവേദികള്, ജീവ ദുരിതങ്ങള് യേശുനാമത്തില് മാറിപ്പോകട്ടെ. നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ, ജീവിക്കുന്നതായ ദൈവത്തിന് മുമ്പിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സ് പരിശുദ്ധാത്മ നൽകുന്ന അഭിഷേകം എന്താണെന്ന് അറിയാവോ? ഈ ജനം എനിക്കറിയത്തില്ലെന്നാണ്. ഈ ജനം എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു വാഗ്ദാനമാണ്. ഈ ജനത്തിൻ്റെ കരച്ചിൽ അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനമാണെങ്കിൽ നീ മകളെക്കുറിച്ചോ മകനെക്കുറിച്ചോ ലഹരി പാനീയങ്ങളെക്കുറിച്ചോ അതുപോലെ തന്നെ മാരക രോഗങ്ങളെക്കുറിച്ചോ എൻ്റെ മക്കൾ കരയുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക തകർച്ചയെക്കുറിച്ചോ ജീവിത തകർച്ചയെക്കുറിച്ചോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിൻ്റെ ദൈവം അവർ കണ്ണുനീരോടെയാണ് വരുന്നത്. 31:9 പ്രാർത്ഥിക്കുന്നു, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാഗ്ദാനമാണെങ്കിൽ ആ വാഗ്ദാനം പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ആ വാഗ്ദാനം ഈശോ നിറവേറ്റപ്പെടുമെങ്കിൽ അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ കണ്ണുനീര്, ജനത്തിന്റെ കണ്ണുനീര്, ലോകത്തിന്റെ കണ്ണുനീര്, ജീവിത തകർച്ചയുടെ കണ്ണുനീര്, ജീവിത കുടുംബ തകർച്ചയുടെ കണ്ണുനീര് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം പറ്റി മാറട്ടെ. കൈ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളെല്ലാം ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുക. അകന്നുപോയ ഭാര്യാഭർത്തകന്മാർ, അന്താളിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, വൈരാഗ്യം കൊണ്ട് മനസ്സ് മൂടിപ്പോയവർ, വശ്യം വൈരാഗ്യം കൊണ്ട് പരസ്പരം ഉപദ്രവിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരെല്ലാം അൾത്താരയിൽ സമർപ്പിക്കുന്നത്. ഒരു ഗതിയും പരുഗതിയുമില്ലാതെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടാൻ ആളില്ലാത്ത, അവശേഷിക്കാത്ത വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ, വിവാഹം ഒത്തുവരാത്തവരെ, 10, 30, 31 വയസ്സായവർ, 10, 41 വയസ്സായവർ, 41 വയസ്സ് കഴിഞ്ഞിട്ടും പിന്നെ ജോലി കിട്ടാതെ നിൽക്കുന്നവർ, സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, വീടും വഴിയുമില്ലാത്തവർ, ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത മേഖലകളിൽ ഓരോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം
പലതരത്തിലുള്ള പ്രഷറുകൾ, ജോലി നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുന്നുള്ള വൈശാചികമായുള്ള ഗൂഢാലോചനകൾ നടക്കുന്ന ഇടങ്ങൾ എല്ലാം നീ കർത്താവിൻ്റെ തിരുസന്നിധി കണ്ണുനീരോടെ സമർപ്പിക്കുക. ദൈവ പൈതലേ, ഇപ്പോഴും നിൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് സമാധാനമില്ല. അവിടെ എല്ലാം ഗ്രൂപ്പിസമാണ്. പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ കൂടിക്കൊണ്ട് നിന്നെ എങ്ങനെ തകർക്കാം, ഒതുക്കാം, നിന്നെ എങ്ങനെ തട്ടിപ്പുറത്ത് കളയാമെന്ന് ചിന്തിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഭാഗോടമ്പടി നടക്കാത്ത ഭവനങ്ങൾ, സ്ഥലം വിറ്റുമാറാത്ത കുടുംബങ്ങൾ, അതുപോലെ തന്നെ അങ്ങോട്ടും കൊടുക്കാത്ത കുടുംബങ്ങൾ, ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് വിധിച്ച് കൊടുക്കാത്ത കുടുംബങ്ങൾ, പലതരത്തിൽ മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾ, അതിൻ്റെ പേരിൽ കലഹങ്ങൾ, ഭിന്നതകൾ, മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും അവരിൽ നിന്ന് അകന്നു പോവുകയും അവരെ ശപിക്കുകയും അങ്ങനെ പലതരത്തിൽ എന്തിനു ജീവിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ആകപ്പാട് കെട്ടി നട്ടം തിരിയുന്ന യുവാക്കന്മാർ, യുവതികൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടുമ്പോൾ തനിക്ക് രക്ഷയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ചത്തുകളയാമെന്ന് ചിന്തിക്കുന്ന നിരാശപ്പെട്ട മനുഷ്യരെ, ആ മനുഷ്യരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടി ഈ നിമിഷം പരിശുദ്ധമ്മ ജീവനോടെ വന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ കളത്തിലിറക്കിയതാണ് അമ്മ. അമ്മ ഈ കലിയുഗത്ത് കാണിക്കുന്ന ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഓരോ വേദനയും അത് അത് ഏത് തരത്തിലുള്ള വേദനയായാലും, ഏത് തരത്തിലുള്ള രോഗങ്ങളായാലും, ഏത് തരത്തിലുള്ള മനപ്രയാസമായാലും അതെല്ലാം യേശു ക്രിസ്തുവിന് അവിടെയെല്ലാം പരമപിതാവ് അത് യേശു ഏറ്റെടുക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാക്കിയ മറിയമ്മ അമ്മയാണ് കാനായിലെ കല്യാണത്തിന് കുടുംബത്തിന് വീഞ്ഞില്ലപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ നിർബന്ധിക്കുന്നതെങ്കിൽ ആ അമ്മ തന്നെയാണ് ഇപ്പോഴേ നിന്റെ ജീവിതത്തിൽ നിന്റെ ഇല്ലായ്മകളുടെ മേൽ അമ്മ യേശുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആരാധന നിമിഷങ്ങളിൽ കാനായിലെ കല്യാണത്ത് എന്നതുപോലെ ആ യേശുവിടെ പ്രത്യക്ഷനാണ്, അമ്മയുടെ പ്രത്യക്ഷനാണ്. നിന്റെ ജീവിത വ്യവഹാരം, നിന്റെ ഇല്ലായ്മകളും അല്ലായ്മകൾ എല്ലാം അമ്മ ഇപ്പൊ യേശുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറച്ചിൽ യേശു നിന്റെ ജീവിതത്തെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ സർവ്വവിധ വേദനകളെ യേശു ഏറ്റെടുത്തുകൊണ്ട് ഈ കുടുംബത്തിന്, നിങ്ങൾ ഏത് കുടുംബത്തിൽ ചെന്നാലും അവിടെ സമാധാനം ആശംസിക്കാനുള്ള ചെയ്ത കർത്താവിന്റെ സമാധാനത്തിന്റെ കൈകൾ നിന്റെ ജീവിതത്തിൽ ഉയരട്ടെ. സമാധാനം നിന്നോട് കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ,